നമസ്കാരം. ഇന്നത്തെ പ്രധാനപ്പെട്ട 10 വാർത്തകളിലേക്ക് ടുഡേസ് ഹൈലൈറ്റ്സ് ആരംഭിക്കാം. സ്വാഗതം. ചാലക്കുടി പോട്ട ആശ്രമം സിഗ്നൽ ജംഗ്ഷന് സമീപം ട്രാവലർ ബൈക്കിലിടിച്ചുണ്ടായ അപകടത്തിൽ ബൈക്ക് യാത്രികൻ മരിച്ചു. വിയാർപുരം പാലസ് ഹോസ്പിറ്റലിന് സമീപം മാളക്കാരൻ വീട്ടിൽ 32 വയസ്സുള്ള ജീസനാണ് മരിച്ചത്. ഒപ്പമുണ്ടായിരുന്ന ജീസന്റെ ഭാര്യ നിമിഷയെ പരിക്കുകളോടെ ചാലക്കുടിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരുന്നു. 5 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇന്ന് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചത്. ഒറ്റപ്പെട്ട ഇടങ്ങളിൽ അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിച്ചിരിക്കുന്നത്. വൈദ്യുതി പ്രതിസന്ധി പരിഹരിക്കാൻ പകൽ സമയത്തെ വൈദ്യുതി ഉപഭോഗത്തിന് മാത്രമായി വൈദ്യുതി നിരക്ക് കുറയ്ക്കാനും രാത്രിയിലെ പീക്ക് സമയത്തെ വൈദ്യുതി ഉപഭോഗത്തിന് നിരക്ക് വർദ്ധിപ്പിക്കാനും ആലോചിക്കുന്നുണ്ടെന്ന് വൈദ്യുതി മന്ത്രി കെ കൃഷ്ണൻകുട്ടി പറഞ്ഞു. യൂത്ത് കോൺഗ്രസ് കൊടുങ്ങല്ലൂർ നിയോജക മണ്ഡലം ബൂത്ത് തല നേതാക്കന്മാരുടെ സമ്മേളനം നടന്നു. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിൽ സമ്മേളനത്തിൽ പങ്കെടുത്ത് നേതാക്കളുമായി ആശയ സംവാദം നടത്തി. KPCC ജനറൽ സെക്രട്ടറി TU രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ചാലക്കുടി പരിയാരം കർഷക സമരത്തിന്റെ ചരിത്രം ഉൾക്കൊള്ളിച്ച് EC സുരേഷ് രചിച്ച പരിയാരം കർഷക സമരം എന്ന പുസ്തകം പ്രകാശനം ചെയ്തു. ഡോക്ടർ സുനിൽ P. ഇളയിടം പ്രകാശനം നിർവഹിച്ചു. ഡോക്ടർ കവിത സോമൻ പുസ്തകം ഏറ്റുവാങ്ങി. പരിയാരം കർഷക സമര സ്മൃതി സംഗമം CPIM ജില്ലാ സെക്രട്ടറി MM വർഗീസ് ഉദ്ഘാടനം ചെയ്തു. മാള സർക്കാർ ആശുപത്രിയിൽ രോഗികൾക്കായി കൂടുതൽ ഡോക്ടർമാരെ നിയമിക്കുക, ജീവിതശൈലി രോഗങ്ങൾക്കുള്ള മരുന്നുകൾ കൂടുതലായി എത്തിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് BJP മാള മണ്ഡലം കമ്മിറ്റി പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. BJP സംസ്ഥാന കൗൺസിൽ അംഗം KS സുരേഷ് പ്രതിഷേധ ധർണ ഉദ്ഘാടനം ചെയ്തു. കുങ്ഫു തായ്ക്കോട്ട മത്സരത്തിൽ മലയാളികൾക്ക് അഭിമാന നേട്ടം. പോണ്ടിച്ചേരി കാരക്കൽ നടന്ന ഇന്ത്യ മലേഷ്യ കുങ്ഫു മത്സരത്തിലാണ് തൃശൂർ ജില്ല 2 മെഡലുകൾ സ്വന്തമാക്കിയത്. ജൂനിയർ വിഭാഗത്തിൽ പുത്തഞ്ചിറ അടയനിപ്പറമ്പിൽ സലീമിന്റെ മകൻ സൽമാൻ വെള്ളിയും തുമ്പൂർ വാരിയത്ത് ചന്ദ്രന്റെ മകൻ രാഹുൽ സീനിയർ വിഭാഗത്തിൽ വെങ്കലവും നേടി. മേത്തല പറമ്പിക്കുളങ്ങര വാർഡിൽ അനുമോദന സദസ്സും ആയുർവേദ മരുന്ന് വിതരണവും സംഘടിപ്പിച്ചു. കൊടുങ്ങല്ലൂർ നഗരസഭ പ്രതിപക്ഷ നേതാവ് TS സജീവൻ ഉദ്ഘാടനം ചെയ്തു. വാർഡ് കൗൺസിലർ സ്മിത ആനന്ദൻ അധ്യക്ഷത വഹിച്ചു. പുല്ലൂറ്റ് കുന്നത്തിക്കോവ് ശിവക്ഷേത്രത്തിൽ രാമായണ മാസാചരണത്തിന്റെ ഭാഗമായി മഹാഗണപതി ഹോമവും ക്ഷേത്രത്തിന് സമീപം സ്ഥാപിച്ച വാട്ടർ ടാങ്കിന്റെയും കുടിവെള്ള സംഭരണിയുടെയും സമർപ്പണവും നടന്നു. തിരുവഞ്ചിക്കുളം ദേവസ്വം ഓഫീസർ സുധീർ മേലേപ്പാട്ട് സമർപ്പണ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. കൊടുങ്ങല്ലൂർ താലൂക്ക് വ്യാപാരി വ്യവസായി സഹകരണ സംഘം SSLC+2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയും വിവിധ മേഖലയിൽ മികവ് തെളിയിച്ചവരെയും ഉമ്മൻചാണ്ടി വിദ്യാഭ്യാസ അവാർഡ് നൽകി ആദരിച്ചു. ഹൈലൈറ്റ്സ് വാർത്തകളുടെ വിശദമായ റിപ്പോർട്ട് അടുത്ത ന്യൂസ് റൗണ്ടപ്പിൽ കാണാം. ടുഡേയ്സ് ഹൈലൈറ്റ്സ് ഇവിടെ സമാപിക്കുന്നു. നമസ്കാരം.